ഫ്രാൻസിസ് പാപ്പായുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളായിരുന്നു പാപ്പായെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയത്. എന്നാൽ സ്വിസ് ഗാർഡുകളുടെ ഇടയിലൂടെ ഒരു സിസ്റ്റർ പാപ്പായുടെ അരികിലേക്ക് ഓടിയെത്തിയിരുന്നു. സിസ്റ്റർ ജനേവീവ് ജീനിം ക്രോസ്. പേടകത്തിനരികെ ചെന്ന് ദീർഘനേരം നിശബ്ദമായി കണ്ണീർ പൊഴിച്ച ആ വൃദ്ധ സന്യാസിനി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. 81 വയസ്സുള്ള ഈ സന്യാസിനി പാപ്പായുടെ അടുത്ത സുഹൃത്തായി പ്രശസ്തയാണ്. അവരുടെ സൗഹൃദത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നതിനാൽ ആരും അവരെ തടഞ്ഞില്ല. സിസ്റ്റർ ജനേവീവ് ജീനിം ഗ്രോസ് റോമിലെ പരിത്യക്തരായ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു സന്യാസിനിയാണ്. ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ഓർഡറിൻ്റെ അംഗമായ സിസ്റ്റർ ജനേവീവ് 56 വർഷത്തോളമായി അശരണർക്കായി, പ്രത്യേകിച്ചും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും ഓസ്ട്രിയയിലെ അമ്യൂസ്മെന്റ് പാർക്കിനടുത്തുള്ള ഫെയർ ഗ്രൗണ്ട് തൊഴിലാളികൾക്കും LGBTQ വിഭാഗക്കാർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്ത് ജീവിക്കുകയാണ്. മറ്റൊരു സന്യാസിനിയായ അമീലിയ ജിയാക്ചരിയോടൊപ്പം അമ്യൂസ്മെന്റ് പാർക്കിനടുത്ത് തന്നെ കാരവനിൽ താമസിച്ചുകൊണ്ടാണ് സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നത്. 1977 അർജന്റീനയിലെ സൈനിക ഏകാധിപത്യ കാലത്ത് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഫ്രഞ്ച് സന്യാസിനിയായ ലിയോണി ഡ്യുക്കറ്റിൻ്റെ സഹോദരിയുടെ മകളാണ് സിസ്റ്റർ ജനേവീവ്. അതിനാൽ തന്നെ ഈ ഫ്രഞ്ച് അർജന്റീന സന്യാസിനിയെ ഫ്രാൻസിസ് പാപ്പ ലാ എൻഫാൻ ടെറിബിൾ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു. ബ്യൂണസ് ഐറിസിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന കാലം മുതലുള്ള സൗഹൃദമാണ് പാപ്പായോടുള്ളത്. ബുധനാഴ്ചകളിൽ വത്തിക്കാനിലെ പാപ്പായുടെ സന്ദർശന സമയത്ത് നിരാലംബരായ ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് സിസ്റ്റർ ജനേവീവ് ആഴ്ചതോറും മുടങ്ങാതെ എത്തിയിരുന്നു. പ്രത്യേകിച്ചും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ട്രാൻസ്ജെൻഡർ ഗേ വിഭാഗക്കാരെയും അശരണരായ സ്ത്രീകളെയുമാണ് സിസ്റ്റർ തൻ്റെ ഒപ്പം കൊണ്ടുവന്നിരുന്നത്. ഫ്രാൻസിസ് പാപ്പ അവരെ സ്വാഗതം ചെയ്യുക മാത്രമല്ല, ഭക്ഷണത്തിനായി ക്ഷണിക്കുകയും ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. സിസ്റ്റർ ജനേവീവ് വത്തിക്കാൻ ന്യൂസിനോട് മുൻപ് ഇങ്ങനെ പറഞ്ഞിരുന്നു: ഒരു ചങ്ങാതിയോടുള്ള സ്നേഹമാണ് പാപ്പായോട് ഈ സമൂഹത്തിനുള്ളത്. കാരണം ട്രാൻസ്ജെൻഡർ ഗേ വിഭാഗത്തിൽപ്പെടുന്നവരെ ദൈവസ്നേഹത്തിലേക്ക് തിരികെ ചേർത്ത് സ്വീകരിക്കുന്ന പാപ്പായെ ജനങ്ങൾ കാണുന്നത് ആദ്യമായാണ്. എല്ലാവരെയും തന്നോട് ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം അതേപടി തൻ്റെ ജീവിതത്തിൽ പകർത്തിയ പാപ്പായുടെ അളവറ്റ കരുണയുടെയും സ്നേഹത്തിൻ്റെയും മാതൃകയാണ് സിസ്റ്ററിലൂടെ ഇന്ന് ലോകം മുഴുവൻ അറിയുക.